കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് കാസർഗോഡേക്കുള്ള യാത്രയിൽ ഇന്നലെ എന്തോ ഒരു കാര്യം കൊണ്ട് എനിക്ക് സ്ലീപ്പറിൽ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. വൈകുന്നേരത്തെ നേത്രാവതി എക്സ്പ്രസിന്റെ അവസ്ഥ അറിയുന്നവർക്കറിയാം. ജനറൽ വല്ലാത്ത തിരക്കാണ്. അപ്പൊ എങ്ങനെയോ ആ ജനറലിൽ കയറി പറ്റി. അപ്പോ കോഴിക്കോട് ഭാഗത്തുനിന്ന് ഒരു 7 or 8 ചെറുപ്പക്കാര് കയറി വണ്ടിയിൽ. അവര് മുകളിൽ കയറിയിരുന്നു, ലഗേജൊക്കെ വെക്കുന്ന ഭാഗത്താണ്. നന്നായി മുടിയൊക്കെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്, ക്യാപ്പൊക്കെ ഇട്ട് അങ്ങോട്ടോ മുംബൈയിലേക്കോ മറ്റോ ട്രിപ്പ് പോവുകയാണ് ചങ്ങായിമാർ. അവര് മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ യാത്രയിലായതുകൊണ്ട് ജമ്മു കസൂർ അങ്ങനെ ആക്കാം എന്ന് കരുതി. മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞ സമയത്താണ് ഈ കൂട്ടുകാർ കോഴിക്കോട് വടകര ഭാഗത്തുനിന്നോ മറ്റോ കയറിയതാണ്. അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് ബ്ലൂവ് ചെയ്തു വരികയാണ്. നല്ല തിരക്കുള്ള ട്രെയിനാണ്. നേത്രാവതിയുടെ അവസ്ഥ നമുക്ക് അറിയുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാവും. അത്രയും തിങ്ങി നിറഞ്ഞൊരു ബോഗിയിലാണ് ഫ്രണ്ട് ഭാഗത്ത്. അപ്പൊ ഈ ചങ്ങാതിമാര് ഈ മുകളിൽ നിന്നിട്ട് ഇരുന്നിട്ട് നിസ്കരിക്കുക. വല്ലാത്ത അത്ഭുതം തോന്നി. ഞാൻ മൊബൈലിൽ അത് പകർത്തുകയും ചെയ്തു. നമ്മൾ ചിലപ്പോ അവരെ കുറിച്ച് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്നൊക്കെ പറയും. വെള്ളയിട്ട് ഉസ്താദുമാർ നിസ്കരിക്കുന്നത് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നൂല്ല. കാരണം എന്താ, അവർ പഠിച്ച ആളുകളാണ്, ഉലമാക്കളാണ്, മുത്തഅല്ലിമീങ്ങളാണ്, ഉസ്താദുമാരാണ്. പക്ഷേ ഈ മുടി ക്രോപ്പ് ചെയ്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എങ്കിലും തേരാപാര ഇങ്ങനെ നടക്കുന്ന ബൈക്കുമ്മൽ സഞ്ചരിക്കുന്ന ചെറുപ്പക്കാർ, അവരെ കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. എന്റെ പുതിയ കാലത്തുള്ള മക്കളോടതാണ് പറയാനുള്ളത്. നിസ്കാരം ഒഴിവാക്കിയിട്ട് ഒരു കോംപ്രമൈസിനും ഒരു കാര്യത്തിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. എന്ത് തിരക്കുണ്ടെങ്കിലും പള്ളിയിലേക്ക് വന്ന്, അതല്ലെങ്കിൽ വീട്ടിൽ വെച്ചാണെങ്കിലും നിസ്കാരം നമ്മൾ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്.